കോയമ്പത്തൂരിൽ നിന്നും 36 കിലോമീറ്റർ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ സാദി വയൽ തമിഴ്നാട് വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്ന വനത്തിനുള്ളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ കവാടം. സാദി വയൽ മനോഹരമായ വനഗ്രാമമാണ്. 2 ഗോത്രഗ്രാമങ്ങളുള്ള ഇവിടേക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് കാട്ടിലേക്ക് പോകാൻ 14C എന്ന ബസ് മാത്രമാണ് കോയമ്പത്തൂരിൽ നിന്ന് ഉള്ളത്. വനത്തിനുള്ളിൽ 2 ഗ്രാമങ്ങളിലായി മുതുകർ, ഇരുളർ എന്നീ ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്നു. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ പ്രയാണം ശിരുവാണി വെള്ളച്ചാട്ടത്തിലേക്കാണ്. കോയമ്പത്തൂർ ജില്ലയുടെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി തമിഴ്നാട് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് കേരളത്തിൽ മണ്ണാർക്കാട് താലൂക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് ശിരുവാണിയിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഒരു അണക്കെട്ട്. ശിരുവാണി അണക്കെട്ടിൽ നിന്നുമുള്ള വെള്ളം അട്ടപ്പാടി വനത്തിലൂടെ ഒഴുകി ശിരുവാണി വെള്ളച്ചാട്ടമായി മാറിയ കഥ. വറ്റാത്ത ധാരാളം അരുവികളുള്ള ഒരു വനമേഖലയാണ് ശിരുവാണി. കാവേരി നദിയുടെ പോഷകനദിയാണ് ഭവാനി നദി. ഭവാനി നദിയുടെ പോഷകനദിയാണ് ശിരുവാണി. നോയൽ നദി എന്നായിരുന്നു മുൻപ് ഈ ജലസ്രോതസ് അറിയപ്പെട്ടിരുന്നത്. സർക്കസ് കണ്ടോ? ഇലക്ട്രിക് ലൈനിൽ തൂങ്ങി നടക്കുന്ന കുരങ്ങന്മാർ. എന്തായാലും നല്ല നേരം പോക്ക്. വനത്തിനുള്ളിൽ താമസിക്കുന്നവരിൽ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ സംവരണ അടിസ്ഥാനത്തിൽ തമിഴ്നാട് വനം വകുപ്പിൽ വിവിധ തസ്തികകളിൽ ദിവസക്കൂലിയിൽ ജോലിക്കെടുത്തിരിക്കുന്നു. ഇൻ്റർപ്രട്ടേഷൻ സെൻറ്ററിൻ്റെ മുമ്പിൽ കാണുന്ന ഈ ബസ്സുകളിൽ വേണം വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രയാണം. ഒരാൾക്ക് 60 രൂപ ടിക്കറ്റ് എടുത്ത് മുമ്പോട്ട് 1/2 കിലോമീറ്റർ നടന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വേണം ബസ്സിൽ കയറാൻ. പ്ലാസ്റ്റിക്, മദ്യം, സിഗരറ്റ് ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ബാഗുകൾ പരിശോധിച്ച് വ്യക്തികളെയും പരിശോധിച്ച ശേഷം മാത്രമേ ബസ്സിൽ കയറാൻ അനുവദിക്കൂ. ഇതാണ് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലം. വലതുവശം കാറുകൾ, ഇടതുവശം ഇരുചക്ര വാഹനങ്ങൾ. വനഗ്രാമങ്ങളിലെ ഗോത്രവിഭാഗത്തിൻ്റെ കടകൾ. ചെറിയ രീതിയിൽ ആഹാരം കഴിക്കാനും ചായയോ കാപ്പിയോ കുടിക്കാനും സൗകര്യം. ഇവിടെ വരി നിന്ന് പരിശോധന കഴിഞ്ഞ് വേണം ബസ്സിലേക്ക് കയറാൻ. എക്കോ ടൂറിസത്തിൻ്റെ സഞ്ചാരികൾക്കായുള്ള താമസ സൗകര്യങ്ങളുടെ വിവരണങ്ങൾ. മനോഹരമായ ഒരു തേക്കിൻകാട്. ഇവിടെ നിന്നും 5.5 കിലോമീറ്റർ വനത്തിനുള്ളിലേക്ക്. ആദ്യ 4 കിലോമീറ്റർ ഈ ബസ് യാത്ര എന്നാണ് അറിയുന്നത്. ഈ യാത്രയിൽ വലതുവശം കാണുന്നത് ഇവിടെ താമസിക്കുന്നവരുടെ കൃഷിസ്ഥലങ്ങളാണ്. നല്ല വഴിയായതുകൊണ്ട് യാതൊരു മയവുമില്ലാതെയാണ് ഫോറസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്. വനം വകുപ്പിൻ്റെ ബസ് യാത്ര ഇവിടെ വരെ. ഇനിയുള്ള 1.5 കിലോമീറ്റർ വെള്ളച്ചാട്ടത്തിലേക്ക് ഈ വനത്തിലൂടെ നടക്കണം. ഇവിടെ നിന്നും കുറച്ച് ദൂരം ഈ തേക്കൻ കാട്ടിലൂടെയുള്ള നടത്തം. ഇത് കാണുമ്പോൾ നിലമ്പൂർ കാടുകളുടെ ഓർമ്മ. തേക്കിൻ തൈ നട്ട് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ നിർമ്മിച്ച തൂക്കുപാലം. തേക്ക് കൂടുതൽ വളർന്നപ്പോൾ തൂക്കുപാലം ഉപയോഗശൂന്യമായി. ആയിരത്തി 1915 ശിരുവാണി അണക്കെട്ടിനുള്ള നിർമ്മാണ അനുമതി സർക്കാർ നൽകുന്നത്. പക്ഷേ ശിരുവാണിയുടെ സമീപ ഗ്രാമങ്ങളായ ബൊളുവംപട്ടി, ആലന്തുറ ഗ്രാമവാസികൾ
ആദ്യം പദ്ധതിയെ എതിർത്തു. 1927 നിർമ്മാണം പുനരാരംഭിച്ചു. വന്യമൃഗങ്ങളുള്ള അപകടകരമായ വനാന്തര ഭാഗമാണ് ശിരുവാണി. ഇരുട്ടുപള്ളം എന്ന സ്ഥലത്തിനടുത്ത് താമസിച്ച നിർമ്മാണ തൊഴിലാളികൾ തോക്കുധാരികളായ കുതിരഭടന്മാരുടെ സുരക്ഷാ വലയത്തിലാണ് അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ മരത്തിൻ്റെ കറ ഉണങ്ങിയതാണ് കുന്തിരിക്കം എന്ന് പറയപ്പെടുന്നു. വെയിലിൻ്റെ ചൂടിൽ മരം കത്തിയിരിക്കുന്നു. വീണ്ടും നിർമ്മാണത്തിൽ നേരിട്ട തടസ്സങ്ങൾ നീക്കി 1973 ഓഗസ്റ്റിൽ പുനരാരംഭിച്ച് 1984 പൂർത്തിയാക്കിയത്. ശിരുവാണി അണക്കെട്ടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മുത്തിക്കുളം കുന്നിൻ്റെ വിദൂര കാഴ്ച. സഞ്ചാരികളെ ആകർഷിക്കാൻ നിർമ്മിച്ച വാച്ച് ടവർ. കാടിൻ്റെയും ചുറ്റുമുള്ള മലകളുടെയും മലമുകളിൽ നിന്നും ശിരുവാണിയുടെ ഒഴുക്കിൻ്റെയും ഭംഗി ആസ്വദിക്കാം. വാച്ച് ടവറിൽ നിന്നും താഴേക്കിറങ്ങി വീണ്ടും നടക്കണം. ടാർ റോഡ് അല്ലെങ്കിലും കാടിൻ്റെ ഗന്ധം ആസ്വദിച്ച് നടക്കാൻ സുഖമുള്ള അന്തരീക്ഷം. ദൂരക്കാഴ്ചയിൽ കണ്ട ശിരുവാണിയുടെ അടുത്തേക്ക്. മഴക്കാലം അല്ലാത്തതുകൊണ്ട് ജലപാതത്തിന് വലിയ ശക്തിയില്ല. ദൂരെ നിന്ന് കാണുന്ന ഭംഗി ഇപ്പോഴില്ല. വളരെ നേർത്ത ഒരു അരുവി എന്ന് പറയാം. പടിക്കെട്ടും അരികിൽ കമ്പിവേലിയും നിർമ്മിച്ച് പാറയിൽ തെന്നി വീഴാതെ സുരക്ഷിതമായി വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു.
സുരക്ഷാ നിർദ്ദേശങ്ങൾ: കുളിക്കുന്നതിനിടയിൽ പാറയിൽ കയറാൻ ശ്രമിക്കരുത്. മുകളിൽ നിന്നും തെന്നി ഇറങ്ങാൻ ശ്രമിക്കരുത്. വെള്ളച്ചാട്ടത്തിനടുത്ത് സെൽഫി എടുക്കരുത്. പുകവലിക്കരുത്. മദ്യപിക്കരുത്. സോപ്പും ഷാമ്പുവും ഉപയോഗിച്ച് കുളിക്കരുത്. ഐസ് പോലെ തണുത്ത വെള്ളം, അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന മനോഭാവത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ആ വെള്ളത്തിൽ കുളിക്കുന്നു, അല്ല കളിക്കുന്നു എന്ന് പറയുന്നതാവും ശരി. വെള്ളം കുറവായത് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയെ ബാധിച്ചു. രാവിലെ ആദ്യത്തെ ബസ്സിൽ വന്നവർ മാത്രം, അതും ബസ്സിൽ നിന്ന് ഇറങ്ങി വേഗത്തിൽ നടന്നു വന്നവർ. കുറച്ചുപേർ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഉള്ള തണുപ്പ് നെറുകന്തല വരെ തണുത്തു എന്ന് പറയാം. പല ഭാഗത്തു നിന്നും പല തരത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം. എൻ്റെ സങ്കടം എന്തെന്നാൽ വെള്ളം കുറവായ സമയത്ത് വന്നു എന്നുള്ളതാണ്. വെള്ളത്തിലിറങ്ങിയവരെ നിരീക്ഷിക്കുന്ന ഫോറസ്റ്റ് ഗാർഡുകൾ. വെള്ളം കുറവാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ്. 1-2 മണിക്കൂർ കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാൻ പറ്റിയ സ്ഥലം. ഒരാൾ വെള്ളം കുടിക്കുന്നത് കണ്ടോ? ടാപ്പില്ലാത്ത, ജലം നഷ്ടപ്പെടുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പൈപ്പ്. ഞാനും കുടിച്ചു. മുകളിൽ നിന്നും കാട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം പൈപ്പിലൂടെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ ഇവിടെ എല്ലാവരും ഈ വെള്ളമാണ് കുടിക്കുന്നത് എന്നറിഞ്ഞു. ഇതാണ് ശിരുവാണിയിലെ ശുദ്ധജലം, കോയമ്പത്തൂറുകാരുടെ ശുദ്ധജലം. വെള്ളച്ചാട്ടത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും മടങ്ങാം. നല്ല പ്രായമുള്ള ഒരു അമ്മാവൻ ഒറ്റയ്ക്ക് നടക്കാൻ പ്രയാസപ്പെടുന്നു. ബസ് കയറുന്ന സ്ഥലത്ത് സ്കൂൾ കുട്ടികളുടെ എക്സ്കർഷൻ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക്. തിരികെ പോകുവാനുള്ള ബസ് വന്നു. മരങ്ങൾ, ചെടികൾ, പക്ഷികൾ, വന്യമൃഗങ്ങൾ, പ്രാണികൾ, പഴങ്ങൾ എന്നിവയുടെ സ്ഥലം. ഇവിടെ നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രം. ഈ ബോർഡിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. തിരികെ സാദിവയൽ ചെക്ക് പോസ്റ്റിലേക്ക് സന്ദർശകരുമായി വീണ്ടും ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശാന്തമായ അന്തരീക്ഷത്തിനോട് ഈ തേക്കിൻകാടിനോട് യാത്ര പറയാം. സാദിവയൽ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് 59, 59C, 14C എന്നിങ്ങനെ 3 ബസ്സുകൾ ഇവിടേക്ക് വരാൻ ഗാന്ധിപുരം ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ലഭ്യമാണ്. വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.